നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മറ്റത്തൂർ മേഖലയിൽ വ്യാപക നഷ്ടം. ചേരുംകുഴിയിൽ 10 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. നീർച്ചാലിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കല്ലൂർ ആലങ്ങാട് കൊക്കാട്ട് ഭഗവതി ശിവശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മറ്റത്തൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. പറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു. കൃഷിനാശത്തിന് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവുമായി കർഷകർ. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ വീശിയടിച്ച കാറ്റിൽ കല്ലൂർ റോഡിൽ 5 ഇടങ്ങളിൽ മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. സുറിയാനി പള്ളിക്ക് സമീപവും പാടം വഴിയിലും പാലക്കപ്പറമ്പിലും റോഡിലേക്ക് മരങ്ങൾ വീണിരുന്നു. റോഡിലേക്ക് വീണ മരങ്ങൾ മുറിച്ചുമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച രാത്രി ശക്തമായ കാറ്റിൽ പുതുക്കാട് പഴയ ഹോളിക്രോസ് ആശുപത്രിയുടെ ഡ്രസ് പറന്ന് ദേശീയപാതയിൽ പതിച്ചു. ദേശീയപാതയിൽ ഭാഗികമായ ഗതാഗത തടസ്സമുണ്ടായതോടെ അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃക്കൂർ പഞ്ചായത്തിലെ കാവല്ലൂരിൽ രാജു കിഴക്കൂടൻ, ഷാജു അയ്യഞ്ചിറ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. റബ്ബർ, മാവ്, തേക്ക് എന്നിവ കടപുഴങ്ങി വീണു. കല്ലൂർ പാലക്കപ്പറമ്പ് കൊളങ്ങരപ്പറമ്പിൽ പത്മാക്ഷിയുടെ ഓടിട്ട വീടിനു മുകളിൽ ചന്ദനത്തിന്റെ കൊമ്പ് വീണു. മഴയിലും കാറ്റിലും കല്ലൂർ ഞെള്ളൂരിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ഗോപി പയ്യപ്പിള്ളിയുടെ വീടിനു മുകളിൽ മരം കടപുഴകി വീണു. പനന്തോടൻ സൂരജിന്റെ തൊഴുത്തിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. പ്രദേശത്ത് കവുങ്ങ് വീണ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിക്ക് സമീപം മരം റോഡിൽ വീണ് ഗതാഗത തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കല്ലൂർ ആദൂർ ഉച്ചുവീട്ടിൽ ആഷിഖിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീടിനുള്ളിലേക്ക് വെള്ളം വീഴാൻ ആരംഭിച്ചതോടെ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ എന്നിവർ സ്ഥലത്തെത്തി ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു. കല്ലൂർ ആദൂർ നമ്പാടൻ മേരിയുടെ പറമ്പിലെ മരങ്ങൾ കടപുഴകി വീണു. നമ്പാടൻ മേരിയുടെ വാട്ടർ ടാങ്കിന് മുകളിലേക്കും മരം വീണ് ടാങ്കിന് കേടുപാടുകൾ സംഭവിച്ചു. പുതുക്കാട് തെക്കേത്തറവ് പള്ളം ഭാഗത്ത് ജോണി കുട്ടിക്കാടന്റെ വാഴകളും ഒടിഞ്ഞു വീണു. അളഗപ്പ നഗർ കൈരളി നഗറിൽ തെങ്ങ് വീണ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മഞ്ഞളി ഈനാശു ഡേവിസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. തിങ്കളാഴ്ച രാത്രി 8-നുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം വീണത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 8 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളൊരു ഇടിവെട്ട് പോലെ സൗണ്ട് തോന്നിയിട്ട് വന്ന് നോക്കിയപ്പോൾ തെങ്ങ് ഒരു മാവുമ്മ അടക്കം വീണ് വീടിന്റെ ഷീറ്റ് പിൻഭാഗം അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി. വരാക്കര കാളക്കല്ലിൽ വാഴ കൃഷി നശിച്ചു. കണ്ണമ്പടത്തി അലക്സിന്റെ 140ഓളം വാഴകളാണ് കാറ്റിൽ കടപുഴകി വീണത്. കൂടാതെ അലക്സിന്റെ മോട്ടോർ ഷെഡിന്റെ ഷീറ്റുകളും തകർന്നു. വെണ്ടോരിൽ 5 ജാതിമരം കാറ്റിൽ നിലംപൊത്തി. വെണ്ടോർ വിജയനഗർ കല്ലൂക്കാരൻ വീട്ടിൽ ജോണിയുടെ ജാതിമരങ്ങളാണ് നശിച്ചത്. വടക്കുമുറിയിൽ മരം വീണ് വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു. മാങ്കുറ്റിപ്പാടത്ത് പൊതിയിൽ ഉണ്ണികൃഷ്ണന്റെ ജാതിമരങ്ങളും ശക്തമായ കാറ്റിൽ കടപുഴകി വീണു. വരന്തരപ്പിള്ളി വടക്കുമുറിയിൽ തെങ്ങ് വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു. വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീണു. മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു. തൈവളപ്പിൽ ഷാജേഷിന്റെ വീടിന്റെ മുകളിലേക്ക് റബ്ബർ മരം വീണ ട്രസ് വർക്കുകൾ തകർന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. കടമ്പോട് പാറയിൽ മേരി പാപ്പച്ചന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. വീടിന് സമീപം നിന്നിരുന്ന റബ്ബർ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. മേൽക്കൂരയിലെ ഓടുകളും കഴുക്കോലുകളും തകർന്നു വീണു. പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കാർ ഷെഡിന് മുകളിലേക്ക് സിമന്റ് കട്ട ശേഖരം ഇടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു.
മൂന്നുമുറി കല്ലമ്പി വീട്ടിൽ റോയിയുടെ കാറിനാണ് കേടുപറ്റിയത്. സമീപത്തെ ഹോളോ ബ്രിക്സ് കമ്പനിയുടെ മതിലിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന സിമന്റ് കട്ടകളുടെ ശേഖരം മഴയിൽ സമീപത്തെ മതിലിന് മുകളിലേക്കും കാർ ഷെഡിന് മുകളിലേക്കും വീഴുകയായിരുന്നു. ഷെഡിലുണ്ടായിരുന്ന കാറിന്റെ പിൻഭാഗം ഭാഗികമായി തകർന്നു. ചേരുംകുഴിയിൽ 10 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. ചേരുംകുഴി സ്വദേശി നീർച്ചാലിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. സഹോദരൻ 8 വയസ്സുള്ള വരുൺ കുളത്തിന്റെ ഭിത്തിയിൽ പിടിച്ചു നിന്ന് രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ചേരുംകുഴി മുരുക്കുംകുണ്ടൽ കുളത്തിലാണ് അപകടം. മീൻ പിടിക്കാനായാണ് സഹോദരങ്ങൾ പോയത്. കാൽവഴുതി കുളത്തിൽ വീഴുകയായിരുന്നു. വെള്ളത്തിൽ വീണ സരുണിനെ പുറത്തെടുത്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുരേഷ് ചേരുംകുഴി മുരുക്കുംകുണ്ടിൽ 4 വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പാലക്കാട് സ്വദേശിയാണ്. ആശേരിക്കാട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച സരുൺ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ സോമൻ മുത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ വിജയൻ കൈതവളപ്പിൽ, ഉല്ലാസ് ബാബു പോങ്കോത്ര, MK രാജേഷ് കുമാർ, VB നാരായണൻകുട്ടി, സത്യൻ പാട്ടത്തിൽ, രാജൻ രാപ്പാൾ എന്നിവർ പ്രസംഗിച്ചു. തങ്കപ്പൻ മുത്രത്തിക്കര, വിശ്വംഭരൻ നന്ദിക്കര, ഷൈജു ചോനേടൻ എന്നിവർ നേതൃത്വം നൽകി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കോടാലി ആൽത്തറയിൽ നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ, ഷിനോജ് കോടാലി എന്നിവർ പ്രസംഗിച്ചു. ജോയ് പുരയിടം, ഉസ്മാൻ മന്ത്രിക്കുത്ത്, ബാബു മലക്കുളങ്ങര പറമ്പിൽ, മാത്യൂസ് കണ്ണൂക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു കൗതുകത്തിന് താൻ പകർത്തിയ ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ അമ്പരപ്പിലാണ് ഋഷികേശ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. പാലപ്പള്ളി ഗ്രൗണ്ടിന്റെ വിസ്മയിപ്പിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ കൊടകരക്കാരനാണ്. കൊടകര സ്വദേശി പ്രവാസിയായ പട്ലിക്കാടൻ ശൈലജകുമാറിന്റെ ഏക മകനാണ് ഋഷികേശ്. 7 വർഷമായി കരാട്ടെ, കുങ്ഫു എന്നിവയിൽ പരിശീലനം നേടുന്ന ഋഷികേശ് 3 വർഷമായി കിക്ക് ബോക്സിംഗിലും പരിശീലനം നേടുന്നു. പാലപ്പള്ളിയിലെ ഏതാനും കുട്ടികൾക്ക് കിക്ക് ബോക്സിംഗിൽ പരിശീലനവും നൽകുന്നുണ്ട്. റബ്ബർ എസ്റ്റേറ്റിന് നടുവിലുള്ള മൈതാനത്താണ് പരിശീലനം. സ്വന്തമായി ഡ്രോൺ കയ്യിലുള്ള ഋഷികേശ് വരന്തരപ്പള്ളി, പാലപ്പള്ളി, ചിമ്മിനി ഡാം വനമേഖലയിലെ പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ഡ്രോണിൽ പകർത്താറുണ്ട്. അത്തരത്തിൽ ഋഷികേശ് പകർത്തിയ പാലപ്പള്ളി മൈതാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 22 മില്യൺ കാഴ്ചക്കാരുമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പടരുന്നത്. ഒരു പാഷന്റെ ഭാഗമായിട്ട് ഞാൻ ഡ്രോൺ വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഗ്രൗണ്ടിന്റെ വീഡിയോ ഒരു കൗതുകത്തിന്റെ പുറത്താണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ജനങ്ങളെല്ലാവരും ഈ വീഡിയോ സ്വീകരിക്കുകയും അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ സാക്ഷാൽ ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ആളുടെ ദിശയിൽ നമ്മുടെ പ്രദേശവാസികളായ ചേട്ടന്മാർക്ക് മത്സരിക്കാൻ പറ്റി. അതിലൊരുപാട് അഭിമാനം, സന്തോഷമുണ്ട്. പിന്നെ 1 കോടി രൂപ അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അത് വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നിമിത്തമായാൽ ഹാപ്പിയാണ്. 22.2 മില്യൺ പ്രേക്ഷകർ നമ്മുടെ വീഡിയോ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് സാർ വീഡിയോ കോൾ വിളിച്ചിരുന്നു. സാർ ഈ മാസം അവസാനം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പാലപ്പള്ളി ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഋഷികേശ് പകർത്തിയത്. പ്ലാന്റേഷന്റെയും റബ്ബർ തോട്ടത്തിന്റെയും നടുവിലായുള്ള മൈതാനത്തിന്റെ മനോഹാരിത ഡ്രോൺ ഉപയോഗിച്ച് ആകാശത്തു നിന്നും പകർത്തിയതോടെ സംഭവം വേറെ ലെവലായി. 100 ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിന് നടുവിലാണ് ഈ മൈതാനം. ഈ മൈതാനത്തിന്റെ അതിരിലായി 6ഓളം വലിയ ഗുൽമോഹർ മരങ്ങളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്ലാന്റേഷൻ ജീവനക്കാരുടെ മക്കൾക്ക് വേണ്ടി ഹാരിസൺ മലയാളം കമ്പനിയാണ് ഇങ്ങനെയൊരു മൈതാനം നിർമ്മിച്ചത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം, മലയാളികളുടെ പ്രിയപ്പെട്ട IM വിജയൻ ഉൾപ്പെടെ പ്രമുഖ ഫുട്ബോൾ താരങ്ങളും കളിച്ച ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണിത്. ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട്. സ്ഫടികം, ജവാൻ ഓഫ് വെള്ളിമല, രുധിരം തുടങ്ങിയ സിനിമകൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. പാലപ്പള്ളി മൈതാനം വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടെ
സുരേഷ് ഗോപി MP വീഡിയോ കോളിലൂടെ ഋഷികേശിനെ അഭിനന്ദിച്ചു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തുമെന്ന് MP അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഇവിടെ എത്തിയിരുന്നു. സംസ്ഥാന തലത്തിലുള്ള പല മത്സരങ്ങളും ഈ മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ താൻ അതിനൊരു നിമിത്തമായതിൽ ആഹ്ലാദിക്കുകയാണ് ഋഷികേശ്. ഋഷികേശ് എന്ന ഈ കൊടകരക്കാരൻ യുവാവിന്റെ ഒരു വീഡിയോ ഇന്ന് ലോകം മുഴുവൻ തരംഗമായി മാറുകയാണ്. ഋഷികേശ് പങ്കുവച്ച പാലപ്പിള്ളിയിലെ ഈ പച്ചപിടിച്ച മൈതാനത്തിന്റെ വീഡിയോ 22 മില്യൺ ആളുകൾ കണ്ടുകഴിഞ്ഞു. കേരളത്തിന്റെ കായിക മന്ത്രി ഈ മൈതാനിയിലെത്തി ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. ക്യാമറമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കല്ലൂർ ആലേങ്ങാട് കൊക്കാട്ട് ഭഗവതി ശിവശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തൃക്കൂർ രാജൻ പ്രമാണികനായ പഞ്ചവാദ്യം അരങ്ങേറി. അന്നദാനവും ഒരുക്കിയിരുന്നു. പന്തല്ലൂർ സർവേശ്വരമംഗലം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ബുധനാഴ്ച നടത്തും. രാവിലെ 5-ന് ഗണപതി ഹോമം, 6-ന് ഉഷപൂജ, 7-ന് ദ്രവ്യകലശാഭിഷേകം, 8-ന് വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം, 9-ന് അവസൂത്ര പോഷണം, നവകം, പഞ്ചഗവ്യം, 9:30-ന് ശ്രീഭൂതബലി എന്നിവയാണ് ചടങ്ങുകൾ. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മെയ് 30-ന് രാവിലെ 10:30-ന് ഹാജരാകണം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 50 വയസ്സ്. താൽപര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി, പുതുക്കാട്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട് എന്ന വിലാസത്തിൽ തപാലിലോ chcpudukkad@gmail.com എന്ന ഇമെയിൽ മുഖേനയോ ജൂൺ 6 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കാം. ഫോൺ 048050512332. ചെമ്പുച്ചിറ GHS സ്കൂൾ ബസ്സിലേക്ക് ആയയുടെ ഒരു ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ 7ാം തരം പാസ്സായിരിക്കണം. താല്പര്യമുള്ളവർ ബുധനാഴ്ച 12-ന് അസൽ സർട്ടിഫിക്കറ്റുമായി സ്കൂളിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ 048027800335. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST സംസ്കൃതം, UPST, FDM ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം വ്യാഴാഴ്ച രാവിലെ 10:30-ന് സ്കൂളിൽ എത്തിച്ചേരണം. തൃക്കൂർ സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സോഷ്യോളജി ജൂനിയർ, HSST ഹിന്ദി ജൂനിയർ ഒഴിവുകളിലേക്ക് വെള്ളിയാഴ്ച രാവിലെ 11:30-ന് ഇന്റർവ്യൂ നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ എത്തിച്ചേരണം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,935 രൂപയും പവന് 71,480 രൂപയും രേഖപ്പെടുത്തി. വട്ടനാത്തറ അമ്പാട്ട് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മറ്റത്തൂർ മേഖലയിൽ വ്യാപക നഷ്ടം. ചേരുംകുഴിയിൽ 10 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. നീർച്ചാലിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കല്ലൂർ ആലേങ്ങാട് കൊക്കാട്ട് ഭഗവതി ശിവശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.